1854 ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം എഴുതിയുണ്ടാക്കിയത്. ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം എഴുതിയുണ്ടാക്കുന്നതിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് വേദവ്യാസൻ പരിണാമ സിദ്ധാന്തം കറക്റ്റായി ശ്രീമദ് ഭാഗവതത്തിൽ പറയുകയാണ്. ചാൾസ് ഡാർവിൻ പറഞ്ഞു, ആദ്യം ഈ മനുഷ്യൻ ജീവൻ ഉണ്ടായത് കടലിലാണ്, മത്സ്യമായിട്ടാണ്. ദശാവതാരത്തിൽ 1ാമത്തെ അവതാരം മത്സ്യാവതാരം. പിന്നെ കരയിലും കടലിലും ജീവിക്കുന്ന ജീവനുണ്ടായി, ആംഫിബിയൻസ്. അതാണ് ഭഗവാൻ 2ാമത്തെ അവതാരം, കൂർമ്മവതാരം, ആമ. വെള്ളത്തിലും ജീവിക്കും, കരയിലും ജീവിക്കും. പിന്നെ കരയിൽ മാത്രം ജീവിക്കുന്ന ടെറസ്ട്രിയൽ ബീങ്സ് ഉണ്ടായി. അതാണ് ഭഗവാന്റെ 3ാമത്തെ അവതാരം, വരാഹ, പന്നി. കരയ്ക്ക് മാത്രമുള്ള ജീവിയാണ്. പിന്നെ മൃഗഭാവവും മനുഷ്യൻഭാവവും രൂപാന്തരപ്പെടാൻ തുടങ്ങി. കുരങ്ങൻ മനുഷ്യക്കുരങ്ങനായി, മനുഷ്യക്കുരങ്ങൻ പിന്നെ മനുഷ്യനായി. അതാണ് സിംഹവും മനുഷ്യനും ചേർന്ന നരസിംഹം. 16,000 കൊല്ലത്തിന് മനുഷ്യൻ ഷോർട്ട് സ്റ്റേച്ചർ 4 അടി പൊക്കം ഉണ്ടായിരുന്നുള്ളൂ. 16,000 കൊല്ലത്തിന് മനുഷ്യന്റെ DNA-യിൽ ഒരു മ്യൂട്ടേഷൻ ഉണ്ടായി. ആ മ്യൂട്ടേഷൻ ഉണ്ടാക്കിയപ്പോൾ അവൻ 6 അടി പൊക്കമുള്ള മനുഷ്യനായിട്ട് മാറി. ആഫ്രിക്കയിലെ പിക്മീസിനും ബാൻഡൂസിനും ഈ മ്യൂട്ടേഷൻ ഉണ്ടായില്ല. അവൻ ഇപ്പോഴും 4 അടി പൊക്കമുള്ളൂ. അപ്പൊ 4 അടി പൊക്കമുള്ള മനുഷ്യന്റെ കാലഘട്ടമാണ് വാമനൻ എന്ന് പറയുന്ന 4 അടി പൊക്കക്കാരൻ. അത് കഴിഞ്ഞ് മനുഷ്യൻ ഹണ്ടർ ഗ്യാദറായി, ആയുധം കൊണ്ട് ഇങ്ങനെ വീശി കാട്ടിൽ ജീവിക്കുന്ന കാട്ടാളനായ മനുഷ്യനുണ്ടായി. അതാണ് മഴുവും വീശിക്കൊണ്ട് നടക്കുന്ന പരശുരാമൻ. അത് കഴിഞ്ഞ് മനുഷ്യൻ ഒരു സ്ഥലത്ത് താമസിച്ച് പട്ടണങ്ങൾ ഉണ്ടാക്കി ജീവിക്കാൻ തുടങ്ങി. അതാണ് പട്ടണത്തിലെ രാജാവായ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കാലഘട്ടം.